നമസ്കാരം. PTS ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലപ്പുറം ജില്ലയിലെ വണ്ടൂര് വാണിയമ്പലിനും രണ്ടിൻ്റെ ഇടയ്ക്കായിട്ട് സഹ്യ കോളേജൊക്കെ നമ്മളിവിടെ ഇടയ പേര് കേട്ടൊരു കോളേജൊക്കെ തൊട്ടടുത്താണ്. ഈ മനോഹരമായ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തിലേക്ക് വല്ല വണ്ടി വാഹനങ്ങളൊക്കെ വീട്ടിലേക്കാണ് വരാം. കറുത്ത റോഡിൽ നിന്ന് രണ്ടാമത്തെ ഫ്ലോട്ടൊക്കെ പറയാം, നമുക്ക് നേരെ ഉള്ളിലേക്കൊരു വഴിയാണ്. ആ വഴിയിൽ നിന്ന് നേരെ ഈ വീട്ടിലേക്ക് കയറി വരാനും വലിയ റോഡാണ്. വലിയ വഴി നിങ്ങൾക്ക് കാണാം. റോഡിൻ്റെ വഴി ഒന്നും ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തല്ല. നല്ല അത്യാവശ്യം നല്ല വണ്ടി വാഹനമൊക്കെ വരാനുള്ള സൗകര്യമുണ്ട്. ഞാൻ ഈ ഫ്രണ്ട് ഭാഗത്താണ് നിൽക്കുന്നത്. വണ്ടി ഇങ്ങോട്ട് കയറ്റി നമുക്ക് ഇങ്ങോട്ട് ഇടാനുള്ള സൗകര്യമുണ്ട്. 8 സെൻറ്റിലാണ്. 8 സെൻറ്റിൽ ഒരു ഓടിട്ട വീടാണെങ്കിൽ നല്ല ഒരു വൃത്തിയുള്ള, നല്ലൊരു അടച്ചുറപ്പുള്ള, നല്ലൊരു ചെറിയൊരു കംപ്ലൈൻറ്റ് ഇല്ലാത്ത നല്ലൊരു വീടാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് എന്തുള്ളത്, കുഴൽക്കിണറുള്ളത്. കുഴൽക്കിണർ വെള്ളം പറ്റാത്ത, എത്ര വീട്ടുകാർ ഉപയോഗിച്ചാലും വെള്ളം പറ്റാത്ത വലിയൊരു കുഴൽക്കിണർ തന്നെ ഇതിലുണ്ട്. പിന്നെ വീടിൻ്റെ സൈഡ് ഭാഗത്തേക്ക് ഇങ്ങനെ സൈറ്റിങ്ങൾ നോക്കി ഞങ്ങൾക്ക് കാണാം. സൈഡ് ഭാഗത്തേക്ക് നല്ല സ്പേസും കാര്യങ്ങളും ഇതിൽ മോഡലാണ് ഇതിൻ്റെ അതിരി കട്ടിങ് കിടക്കുന്നത്. ബാത്റൂമും അതേമാതിരി ടാങ്ക്, വെള്ള ടാങ്ക് എല്ലാം ഇതുണ്ട്. വീടിനെ കാണാൻ തന്നെ നല്ലൊരു വൃത്തിയുള്ള നല്ലൊരു വീടാണ്. ഏറ്റവും കൂടുതൽ സ്പേസ് കൂടുതലുള്ളത് വീടിൻ്റെ ഇടതുഭാഗത്താണ്. ഇടതുഭാഗത്ത് നിങ്ങൾക്ക് കാണാം. അതിലിങ്ങനെ കെട്ടിങ്ങനെ പോയിട്ട് നമ്മൾ ഇതാക്കണം. ബാക്ക് ഭാഗത്തെ ആ മതിൽ വരെ കണ്ടോ, ബേക്കിലിങ്ങനെ മതിൽ എല്ലാ ഭാഗത്തും കെട്ടി വൃത്തിയാക്കി AC അടക്കം അതൊക്കെയാണ് ഫുള്ള് സെറ്റാക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. AC ഒന്നും തരൂല കേട്ടോ, വീട് മാത്രം. അതിൻ്റെ ഉൾഭാഗത്തിലേക്കാണ് കയറുക. നമുക്ക് നേരെ ഉള്ളിലേക്കാണ് കയറുന്നത്. മുന്നേ നിങ്ങൾക്ക് കാണാം അടിപൊളിയായിട്ട് തിണ്ടൊക്കെ നല്ല. ഇപ്പോൾ പുതിയ പേർക്കൊന്നും ഈ സാധനമല്ല, എന്നാലും ഇതിനെ ആഗ്രഹിക്കുന്ന എത്ര ആൾക്കാരുണ്ട് ഇപ്പോഴും. കണ്ടകൾ ഈ സിറ്റ് ഔട്ടിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് കാണാൻ നല്ല ഡോറും, പ്രത്യേകത സ്റ്റീൽ മോഡൽ ഡോറ്. ചെറിയ പിഞ്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അതിനുള്ളിൽ അടച്ചുറപ്പ് നിർത്തിക്കാണ്ട് പുറത്തോട്ട് പോകാത്ത രൂപത്തിൽ ആക്കും ചെയ്യാം. വസറൂട്ട് റോഡിൻ്റെ ഒക്കെ തൊട്ടടുത്ത് തന്നെയാണ് മദ്രസ്, പള്ളി, അമ്പലം, ചർച്ച് ഒക്കെ. 1 കിലോമീറ്റർ 1/2 കിലോമീറ്ററിൻ്റെ ഡിഫറൻസും. മുകൾ ഭാഗത്തേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കളി. ഒരു ഭാഗത്ത് ചെതൽ കുടിക്കുക, കംപ്ലൈൻറ്റ്, ഫുള്ള് തെങ്ങാട്ടോ. ഇത് ഏറ്റവും വീട് നിൽക്കുന്ന നല്ല അടിപൊളി മരമാണ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് കയറ്റിയിരിക്കുന്നത്. അതും ഇതിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് ഇൻട്രസ്റ്റ് വർക്കാണ്. അതും കാണിച്ചിട്ടൊക്കെ. ഇതിൻ്റെ ഉൾഭാഗത്ത് ഫസ്റ്റ് കയറി വരുമ്പോൾ നേരം വൈകിയിരുന്ന മക്കൾക്ക് കിടക്കാനുള്ള റൂം ഇതാ. നമ്മൾക്ക് നല്ല സൗകര്യത്തിൽ ഇതാ സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ ഒരു റൂം ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ചില മക്കൾ വീട്ടുകാർക്ക് അഥവാ നേരം വൈകി വരികയാണെങ്കിൽ ഇതാ ഇതിനുള്ളിൽ പോയി കിടക്കാം. അതിന് പറ്റിയ റൂം ഒന്നിലിത് കിട്ടി. അപ്പോൾ നേരെ ഇതിൻ്റെ നേരെ ലിവിൻ ഹാളിലേക്ക് ഒരു ഭക്ഷണം കഴിക്കാനുള്ള സ്പേസ് ഉണ്ടോ നോക്കും ആൾക്കാർ. തമ്മിൽ ഭക്ഷണം കഴിക്കാനുള്ള സ്പേസ്, നമുക്ക് ടേബിൾ ഇടാനുള്ളത്. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് ശ്രദ്ധിച്ചാൽ ചില ആൾക്കാർക്ക് ഇത് എന്താ പറയുക, ഇവിടെ ഈ ഓടിട്ട വീടിൽ താമസിക്കാൻ നല്ല സുഖമാണ്. നമ്മൾ ചില ആൾക്കാർ പറയും വാർപ്പിൻ്റെ വീടാ സുഖം. അല്ല കേട്ടോ, ഓടാണ്, നല്ല ഹൈറ്റാണ്. ഒരു മാറാല പോലെ ഒന്നൊരു കംപ്ലൈൻറ്റ്, ഒരു പ്രശ്നമില്ല. വീട് നല്ല അടിപൊളി വൃത്തിയിൽ നല്ല ക്വാളിറ്റിയിലെ സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളതോ. ഫുള്ള് വയറിങ്ങും ഒക്കെ ഫുള്ള് സെറ്റായിട്ട്, അത് AC ഫുൾ ഭാഗം അടച്ച് മുകൾ ഭാഗത്ത് സീലിംഗ് ചെയ്ത് കേട്ടോ നിങ്ങൾ. മുകൾ ഭാഗത്തൊക്കെ സീലിംഗ് ചെയ്ത് നല്ല സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ഒരേ മോഡലാണ് ടൈലിട്ട് അങ്ങനെ 2 റൂം കണ്ട്. നമുക്ക് കട്ടിലിടാനും എല്ലാം സൗകര്യമുണ്ട്. നല്ല സെറ്റാണ്. അങ്ങനെ 2 റൂം കണ്ടു. ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ 3 റൂമുണ്ട് കേട്ടോ. അതാണ് നോക്കി 3ാമത്തെ റൂമിലേക്ക് എത്തും. ചേട്ടാ, ഇവിടെ ചെറിയൊരു കട്ടിങ് ഉണ്ട്. അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, മാസ്റ്റർ ബെഡ്റൂം തന്നെ നമുക്ക് പറയാം. അത്യാവശ്യം നല്ല വലുപ്പത്തിൽ. മുകൾ ഭാഗത്ത് നമുക്ക് സീലിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ആ സീലിംഗ് നമ്മൾ ഈ കട്ടൊക്കെ കണക്കായിട്ട് സീലിംഗ് ഒക്കെ ചെയ്ത നല്ലൊരു ചൊറുക്ക്. അത് ഇൻഡസ്ട്രി വർക്കാട്ടോ. ഈ വർക്കര് അടുക്കള ഭാഗത്തേക്ക് ഈ റൂമൊക്കെ വരുന്നതൊക്കെ ഇൻഡസ്ട്രി വർക്കാണ്. ഞാൻ കാണിച്ചാൽ ഇങ്ങനെ പോന്നിട്ട് അടുക്കളയിലേക്ക് പോകുന്ന ഭാഗം മൊത്തം, അതായത് ഇങ്ങോട്ട് രണ്ടാമത് എടുത്തതാണോ എന്താ അറിയില്ല, ഇത് ഇൻഡസ്ട്രി വർക്കിലാണ് ചെയ്തിട്ടുള്ളത്. നോക്കി മുകൾ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചോളി. അതും ഇൻഡസ്ട്രി വർക്കിലാണ് ചെയ്തിട്ട്. വീട് ഒരു മുതല, വെള്ളം കയറുന്ന സ്ഥലമല്ല, കരഭൂമിയാണ്. അടിപൊളി എല്ലാ സൗകര്യത്തിലടങ്ങി നല്ലൊരു വീട് തന്നെ പറയാം. നമുക്ക് ചിമ്മിനി കൊടുക്കാൻ ഇതാക്കണേ, അടുപ്പിൻ്റെ ചിമ്മിനി കൊടുക്കാനുള്ള നമുക്ക് ആലുവ അടുപ്പൊക്കെ കൊടുക്കണമെങ്കിൽ സെറ്റാക്കി കൊടുക്കാൻ ഉസാറാണ്. പിന്നെ പുറത്തോട്ട് നല്ല ഇരുമ്പിൻ്റെ ഡോറാണ് വെച്ചിട്ടുള്ളത്. എല്ലാം സെറ്റായി കൊടുത്തിട്ടുണ്ട്. ഫുള്ള് നമുക്ക് പാത്രം കഴുകാനുള്ള സൗകര്യം. അടുക്കള നല്ല സ്പേസ് ഉണ്ട്. ഇതുകൊണ്ട് നിങ്ങൾക്ക് തോന്നാതിരിക്കുകയാണ്. വാഷിംഗ് മെഷീനൊക്കെ ഇത് വെച്ചുകൊണ്ട് പെട്ടി വെച്ചതുകൊണ്ട് നിങ്ങൾക്ക് തോന്നാതിരിക്കുകയാണ്. അതും ഇൻവെർട്ടറിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ഇൻവെർട്ടർ വെക്കാനുള്ള കണക്ഷനൊക്കെ ഒന്ന് ഫുള്ള് സെറ്റായിട്ട് അടുത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇൻവെർട്ടർ ആയി കൊടുക്കാനും സെറ്റായി കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാം ഒരു ഭാഗം ഒരു കംപ്ലൈൻറ്റോ പ്രശ്നങ്ങളോ എല്ലാം നല്ല അടിപൊളി ഒരു വീടാണ്. ഈ വീട് നിങ്ങൾക്ക് കണ്ട 8 സെൻറ്റിലാണ്. ആരും ആഗ്രഹിക്കുന്ന ചില ആളുകൾ ഓടിട്ട വീട് കിട്ടുന്നെങ്കിൽ നമുക്ക് കുഴപ്പമില്ല.
ഉള്ളിലുള്ള ബാത്റൂമില്ല, പുറത്തെ ബാത്റൂം. ഇനി ഉള്ളിൽ നിങ്ങൾക്ക് ബാത്റൂം കൊടുക്കാനുള്ള സ്പേസ് ഒക്കെ പുറം ഭാഗത്തേക്ക് ബാക്ക് ഭാഗത്തേക്ക് ഉണ്ട്. നമുക്ക് റൂമൊക്കെ കൊടുക്കണമെങ്കിൽ ഒക്കെ കൊടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാതിരി കൊടുക്കാം. 8 സെന്റിലാണ്, കരഭൂമിയാണ്, എല്ലാം കൊണ്ട് സൗകര്യം അടങ്ങിയ നല്ലൊരു ഈ വീട്. ആകെ ഞങ്ങൾ ചോദിക്കണം എത്ര അറിയോ? എത്ര നിങ്ങൾ തരൂ? ഒരു 17 ലക്ഷം രൂപ തരുമോ? അത്യാവശ്യം വില വരുന്ന ഒരു ഏരിയയും കൂടിയാണ്, നല്ലൊരു വീടാണ്. അപ്പം നിങ്ങൾക്കൊക്കെ അനുയോജ്യമായ വീടുകളുള്ള ഒരു ഏരിയയും കൂടിയാണ്. അതും കുട്ടികൾ പഠന കാര്യത്തിന് ഏറ്റവും എളുപ്പമുള്ള, അതാണ് ഏറ്റവും കൂടുതൽ നോക്കേണ്ടത്. ഏത് സമയത്തും ചീറിപ്പാഞ്ഞ് വണ്ടി പോകുന്ന ഒരു ഏരിയയും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വണ്ടൂർ ഭാഗത്ത് വാണിയമ്പലിൻ്റെ അടിയിലായിട്ട് എവിടെയാണ്? പാലമടം. അതെ, പാലമടം വന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ വീടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലൊക്കെ വീട് ആവശ്യമുണ്ട് എങ്കിൽ നമ്മളെ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്നാണ് കോൺടാക്ട് ചെയ്തോളൂ. ഓക്കെ, 17 ലക്ഷം രൂപ ചോദിക്കുന്നത്, നെഗോഷ്യബിൾ ആണ്. ചെറുതായിട്ട് ഞാൻ പറഞ്ഞ മാതിരി നമുക്ക് ഇവിടെ തന്നെ ഇരുന്നിട്ട് സംസാരിക്കാം. അപ്പോൾ വിടണ്ട, നമ്മളെ PTS ഗ്രൂപ്പിന്റെ ചാനലുകൾ ഇടയ്ക്ക് കാണും ചെയ്യണം. അഥവാ വീടുകൾ ആവശ്യമുള്ള ആളുകൾക്കൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ വിട്ടുകൊടുക്കുക. ആ കഴിവിന്റെ പരമാവധി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ എഴുതി വിടുക.